സർ, രണ്ടുപേരുടെയും ബ്ലഡ് റിപ്പോർട്ട്സ് ഇതിലുണ്ട്. ഒരു ഷോക്കിംഗ് ഫൈൻഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ത് ഫൈൻഡിങ്സ് ആണ് കിട്ടിയത്? സാറിന് ഓർമ്മയില്ലേ, അമർ സാർ പറഞ്ഞനുസരിച്ച് നമ്മള് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും DNA ടെസ്റ്റ് നടത്തിയിരുന്നില്ലേ? പിന്നെ നമ്മള് അതെല്ലാം സാമ്പിൾ മാച്ചും ചെയ്തിരുന്നു. എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി സർ. അതായത് അനിഖയുടെയും ഈ അമർ സാറിന്റെയും സാമ്പിൾ പെർഫെക്റ്റ്ലി മാച്ച് ആണ്. അല്ല, അത് സിസ്റ്റർ എന്തായി പറയുന്നത്? അത് സത്യമാണെങ്കിൽ നമ്മളെല്ലാവരും പെട്ടുപോയനെ. എന്തായാലും നന്നായി നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാതിരുന്നു. ഈ കാര്യം അമർ സാർ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായേനെ. അപ്പൊ സർ, നമ്മളിനി എന്താ ചെയ്യാ? പുറത്ത് രാധിക മാമും അനുജ് സാറും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വശത്ത് അമർ സാറും. സിസ്റ്റർ, ഇപ്പൊ എനിക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. എത്രയും വേഗം ഈ സത്യങ്ങളെല്ലാം തന്നെ അമർ സാറിനെ അറിയിക്കണം. ഹലോ അമർ സാർ, നിങ്ങൾ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ കുഞ്ഞില്ലേ, അവളെ നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്താ പറഞ്ഞത്? അവളുടെ പേര് അനിഖ എന്നാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷമായ കാര്യം ഇതാന്ന് തോന്നുന്നു. അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നത്. അവർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് സ്വന്തമായൊരു ഫാമിലി ഇല്ല.